ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ലോങ് ഇയറിംഗ് ഉണ്ടാക്കിയാലോ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ കമ്പിയുടെ മടക്കിയിട്ടുണ്ട്. ആ മടക്കിയതിന് വെച്ച് ഇതിൽ 4 കുങ്കുരു കോർത്ത് കൊടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതിലേക്ക് കുറച്ച് ചെറിയ ബ്ലാക്ക് ബീഡ്സുകൾ, ക്രിസ്റ്റൽ ബീഡ്സോ എങ്ങനെ നമ്മൾ തിളച്ച അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ക്രിസ്റ്റൽ ബീഡ്സ് ആണുള്ളത്, അപ്പോൾ ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് കോർത്തൊക്കെ കൊടുക്കാം. ഞാനൊരു 20 ബീഡ്സാണ് ഇതിന് കോർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ ഇങ്ങനെ വളച്ചെടുക്കാൻ നോക്കാം. ഇനി ഇതുപോലെ പെൻസിൽ എടുത്തിട്ട് ഇതിട്ടിട്ടാണ് റോൾ ചെയ്താൽ നമുക്കിതിങ്ങനെ റോൾ ചെയ്താൽ കറക്റ്റിൽ കിട്ടും. ചെറുതായി നിന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഈ അറ്റം വളച്ച് കൊടുക്കാം. നമുക്ക് ലെങ്ത്ത് ഒന്ന് ഭാഗമാക്കണം, കട്ട് ചെയ്തിട്ട് നമുക്ക് വളച്ച് കൊടുക്കാം. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇനി നമ്മളിതുപോലെ ചെയിൻ നമ്മുടെ വലുപ്പത്തിനനുസരിച്ച് എത്ര ലെങ്ത്താണോ വേണ്ടി ആ ലെങ്ത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഞാൻ അതവിടെ 2 ചെയിന് കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഐപ്പിന്നെടുത്ത് ഇതിൽ ഒരു മുത്ത് കോർത്ത് വെക്കാം. നമുക്കതിന് നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, ചെയിന് കോർത്ത് വെക്കാം. എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനലിൽ ഇതുപോലെ ജ്വല്ലറി മേക്കിങ്ങും മെഹന്തി റെസിനായിട്ട് അങ്ങനെയുള്ള വീഡിയോസുകളൊക്കെയാണ് ഇടാറുള്ളത്. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന് ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് വെച്ച് നമുക്ക് അടുത്ത ചെയിൻ മേൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ബീഡ്സ് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ പ്ലെയർ ആണെങ്കിൽ ഇങ്ങനെ സർക്കിൾ ചെയ്ത് വളച്ചെടുക്കുമ്പോൾ നല്ല വൃത്തി തന്നെ കിട്ടും കേട്ടോ. പ്രത്യേകം എടുത്ത് പറയാൻ എൻ്റെ കയ്യിൽ ആദ്യം ഇങ്ങനത്തെ പ്ലെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ വളക്കുമ്പോൾ അത്ര നീറ്റ്നെസ് ഉണ്ടാവില്ലായിരുന്നു സാധാ പ്ലെയറിൽ വളക്കുമ്പോൾ. നമുക്കതിലേക്ക് ചെയിൻ കൊടുത്ത് തുറന്നിരിക്കുന്ന ഭാഗം അടച്ചു വയ്ക്കാം. ഇനി വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ഈ കണ്ണിലേക്ക് ഈ അറ്റത്ത് ചെയിനിൻ്റെ വരുന്ന ചെയിനിൽ ലാസ്റ്റ് വരുന്ന കണ്ണിൽ അതെന്ത് ചെയ്യാം, ഈ കണ്ണിലേക്ക് കോർത്ത് വെക്കും. എന്നിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ച കണ്ണി ഇതിലേക്ക് കോർത്ത് കമ്മലിൻ്റെ കൊളുത്തും കോർത്ത ശേഷം കണ്ണി നമുക്ക് ക്ലോസ് ചെയ്യാം. എൻ്റെ ഇയറിങ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഉള്ളിലേക്ക് ഒന്ന് സിമ്പിളായിട്ടൊരു ഇയറിങ്, ലോങ് ഇയറിങ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. Tata, bye bye, see you tomorrow.